ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹുസ് സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അലീം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പുണ്യമാക്കപ്പെട്ടിട്ടുള്ള റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് ഇതാ കടന്നു വരുന്നു. ഇനി ഏതാനും ദിവസങ്ങൾ, അതായത് വെറും 4-5 ദിവസങ്ങൾ കൊണ്ട് പുണ്യ റബീഇൻ്റെ മാസം നമ്മളിലേക്ക് ഇതാ കടന്നു വരികയാണ്. ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ അടുക്കുന്നതിന് മുമ്പായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ആപത്ത് മുസീബത്തുകളും പ്രയാസങ്ങളും ഇടങ്ങേറുകളും വിഷമങ്ങളും കണ്ണീരൊഴുക്കേണ്ട അവസ്ഥകളും രോഗങ്ങളും അല്ലാഹു തആല നമ്മളെ തൊട്ട് ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് ആയത്തുൽ കുർസി ഓതുക എന്നത്. ആയത്തുൽ കുർസി എണ്ണം പിഴക്കാതെ 17 വട്ടം ദിവസത്തിൽ ഏതെങ്കിലും ഒരു നേരം നിങ്ങൾ തഖ്വയോട് കൂടി ആദരവോട് കൂടി ഖുർആനിൻ്റെ തജ്വീദോട് കൂടി നിങ്ങൾ ഓതിക്കഴിഞ്ഞ് റബ്ബിനോട് ദുആ ചെയ്തു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ശൈത്താനിൻ്റെ ശല്യമുണ്ടാവുകയില്ല, പിശാചിൻ്റെ ശല്യമുണ്ടാവുകയില്ല, പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ടാവുകയില്ല, രോഗങ്ങൾ നിങ്ങൾക്കുണ്ടാവുകയില്ല, ദുഃഖങ്ങളും വിഷമങ്ങളും ഇടങ്ങേറുകളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതെയായി പോവുകയും ചെയ്യും. ജീവിതത്തിൽ നിന്നും ഖൈറും ബർക്കത്തും റഹ്മത്തും അല്ലാഹു തആല നിങ്ങൾക്ക് നിലനിർത്തി തരികയും ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് റബീഉൽ അവ്വൽ മാസം അടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അമലിനെ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുക. ആയത്തുൽ കുർസി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ആയത്തുൽ കുർസിനെ ഖുർആനിൻ്റെ തജ്വീദോട് കൂടി തെറ്റുകുറ്റങ്ങൾ ഇല്ലാതെ 17 വട്ടം, എണ്ണം തെറ്റിപ്പോകരുത്, 17 വട്ടം നമ്മളെല്ലാവരും ഓതുവാൻ ശ്രമിക്കുക. എല്ലാവരും ഓതിക്കൊണ്ട് 17 വട്ടം ഓതി റബ്ബിനോട് ദുആ ചെയ്യുക. ഏത് കാര്യമാണോ നടന്നു കിട്ടാനുള്ളത് ആ കാര്യം നടന്നു കിട്ടുന്നതിനും ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെയാക്കി തരാൻ വേണ്ടി റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ നിങ്ങൾ പതിവായി ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു തആല നിങ്ങൾക്ക് ഖൈറും ബർക്കത്തും റഹ്മത്തും നിലനിർത്തുകയും രോഗങ്ങളെ തൊട്ട് നിങ്ങളുടെ ജീവിതം ഇല്ലാതെയാക്കുകയും രോഗങ്ങളെ തൊട്ട് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്തുകയും പ്രയാസങ്ങളെ തൊട്ട് നിങ്ങളുടെ ജീവിതത്തിന് കാവൽ നൽകുകയും ചെയ്യുന്നതാണ്. എല്ലാ ആപത്ത് മുസീബത്തുകളിൽ നിന്നും രക്ഷ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആയത്തുൽ കുർസിയെ ഒരു വട്ടമെങ്കിലും നമ്മൾ ഓതുക എന്ന് മുത്ത് റസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റസൂലിൻ്റെ മാസം അടുക്കുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിലുള്ള ഇടങ്ങേറുകൾ മാറിക്കിട്ടുവാൻ ആയത്തുൽ കുർസിയെ നമ്മളെല്ലാവരും പതിവാക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ പുതിയൊരു അറിവുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.